ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റുമായിട്ടാണ്. ഏതാണ് ആ ഫാക്റ്റ്? ഈ ചോദ്യമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് ഈ 2024 കാണാൻ സാധിക്കില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കാണുക, കേൾക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. തുടങ്ങാം. ഏതാണ് ആ ഫാക്റ്റ് എന്നറിയാമോ? ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ഇന്ത്യയുടെ 3ാം ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ഒരു ഫെയിലിയർ ബേസ്ഡ് ഡിസൈനാണ്. ചന്ദ്രയാൻ 2വിൻ്റെ ഫോളോ ഓൺ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയാൻ 2 ഒരു പരാജയമായിരുന്നു. ആ പരാജയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ചുകൊണ്ട് ISRO വികസിപ്പിച്ചെടുത്ത ദൗത്യമാണ് ചന്ദ്രയാൻ 3. ISRO എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ഫുൾ ഫോം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഫോം ചെയ്തതെന്നാണ് 1969 ഓഗസ്റ്റ് 15. ഈ വർഷം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് അല്ലെങ്കിൽ വിക്ഷേപണം നടത്തിയത് 2023 ജൂലൈ 14. വിക്ഷേപണ വാഹനം LVM-3M4 എവിടുന്ന് വിക്ഷേപിച്ചു? ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ഭ്രമണപഥത്തിലെത്തിയത് 2023 ഓഗസ്റ്റ് 5. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഭ്രമണപഥത്തിലെത്തിയ ഡേറ്റും സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ഡേറ്റും എല്ലാവർക്കും മാറിപ്പോകാറുണ്ട്. പ്രത്യേകം ഓർത്ത് വെക്കണം. ഭ്രമണപഥത്തിലെത്തിയ 2023 ഓഗസ്റ്റ് 5ഉം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23. ഭ്രമണപഥത്തിലെത്തിയ ആദ്യം ISROയ്ക്ക് ലഭിച്ച സന്ദേശം: ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ഭ്രമണപഥത്തിലെത്തി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഏത് സ്ഥലത്ത് വെച്ചാണെന്ന് ചോദിച്ചാൽ ശിവശക്തി പോയിന്റ്. ആ സ്ഥലത്തിന് ശിവശക്തി പോയിന്റ് എന്ന പേര് നൽകിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചന്ദ്രനിൽ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം എന്ന് ചോദിച്ചാൽ ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന രാജ്യങ്ങളുണ്ട്, പക്ഷേ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇനി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, USA, ചൈന, ഇന്ത്യ. ഇന്ത്യക്ക് ആ കാര്യത്തിൽ 4ാം സ്ഥാനമാണ്. പക്ഷേ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയും? ഇന്ത്യ. ഇനി LDC കണ്ണൂർ കൊല്ലത്തിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ചന്ദ്രയാൻ 3യുടെ റോവർ പ്രഗ്യാൻ ലാൻഡർ വിക്രം? ഏതാണ്? റോവർ പ്രഗ്യാൻ. റോപ്ര ആദ്യത്തെ അക്ഷരങ്ങൾ. റോവർ പ്രഗ്യാൻ, റോവർ പ്രഗ്യാൻ. ലാൻഡർ വിക്രം. ഇന്ന് ഇത്രയും നമുക്ക് പഠിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. ഡേറ്റുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകം മാറിപ്പോവാതെ തന്നെ പഠിക്കണം. അപ്പം ഇനി ചന്ദ്രയാൻ 3യുടെ കുറച്ച് ഫാക്റ്റുകളും കൂടെയുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാം. ആദ്യം ഇത്രയും പഠിച്ച് തറവാക്കി വെക്കുക. മാറിപ്പോവാതെ ശരിക്ക് മനസ്സിലാക്കി പഠിക്കാം. അപ്പം ഇനി അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. നന്ദി.